അപ്പൊ ഇന്ന് എനിക്ക് പറഞ്ഞിരിക്കുന്ന ഭാഗം വിപരീത പദങ്ങൾ, പര്യായ പദങ്ങൾ, അർത്ഥവ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ പാർട്ടില് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറഞ്ഞു മനസ്സിലായിട്ടുണ്ടല്ലോ കുട്ടികളെ? പിന്നെ പ്രീവിയസ്ലി വന്നിട്ടുള്ള ചില പര്യായ പദങ്ങളും വിപരീത പദങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണോ എന്നും കൂടി ഞാനൊന്ന് ചർച്ച ചെയ്യാം. പിന്നെ നമ്മള് ഓൾറെഡി നിങ്ങൾക്ക് തദ്ധിതങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും നോട്ട് എഴുതാതെ ഉണ്ടെങ്കിലോ, പിന്നെ പൂർണ്ണമായിട്ടും തദ്ധിതം പഠിപ്പിച്ചിട്ടുമില്ല. പിന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് തദ്ധിതമാണ്. പിന്നെ അതല്ലാതെ എനിക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള പോർഷൻ പര്യായ പദങ്ങളും മറ്റുമാണ്. അപ്പൊ അവിടെ ഞാൻ പ്രീവിയസ്ലി കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് അത്രയും പരിചയപ്പെടുത്തി പോകുന്നുണ്ട്. കണ്ടോ നിങ്ങൾ? അതല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസിൽ വന്നിട്ടുള്ള ചില ശരിയായ പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനും, പിന്നെ ചില കവികളും അവരുടെ കൃതികളും കഥാപാത്രങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ആണേ? അങ്ങനെയാണ്. ഓക്കെ. പിന്നെ പര്യായ പദങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ വരുമെന്നൊരു വലിയ ഉറപ്പില്ലെങ്കിലും ചിലതൊക്കെ കണ്ടിന്യൂലി വരുന്ന ഭാഗങ്ങൾ നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം. പിന്നെ പ്രീവിയസ്ലി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ചില ഭാഗങ്ങളൊക്കെ, ചില വേർഡുകളൊക്കെ തുടർച്ചയായിട്ട് വരുന്നതാണ്. നമ്മളെല്ലാം എപ്പോഴും കാണുന്ന വേർഡുകളും പഠിച്ചു വെച്ചാൽ വരാൻ ചാൻസ് ഉള്ളതും. അങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരുപാടുണ്ട് പര്യായങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ. അപ്പൊ എന്തായാലും പരമാവധി നമുക്ക് ഇതെല്ലാം കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. ഇനി തദ്ധിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഓടി ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. തദ്ധിതം എന്ന് പറയുമ്പോൾ നാമത്തിൽ നിന്നോ വിശേഷണമൊക്കെ അറിയാം. നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളാണ് തദ്ധിതം. അറിയാലോ? കുട്ടി, കുട്ടിത്തം. പുതിയത്, പുതുമ. മനസ്സിലായല്ലോ? ഇതിന് ആർക്കും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ് എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതാം, പുതിയ കുട്ടികളുണ്ടെങ്കിലും എഴുതാം. അവർക്ക് അറിയാവോ? എഴുതിയിട്ടുണ്ടോ? ഇല്ല ടീച്ചർ, എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എഴുതാം. ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ലാത്തവർക്ക് എഴുതാം. പറഞ്ഞാ മതി, കുഴപ്പമില്ല, പറയൂ. മലയാളം എടുക്ക്. മലയാളം എടുക്ക്. അടുത്ത പാർട്ടിലേക്ക് കടക്കട്ടെ? മാറ്റട്ടെ? ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് കുട്ടിത്തം വന്നതെന്ന് അറിയാലോ കുട്ടികളെ? കുട്ടി എന്ന പദത്തിൽ നിന്നും, എന്ന നാമത്തിൽ നിന്നുമുള്ള ഒരു വിശേഷണമാണ്. അല്ലെങ്കിൽ വേറെങ്കിലും ചിലപ്പോൾ ഒരു വിശേഷണത്തിൽ നിന്നും ആയിരിക്കും എന്തുണ്ടാകുന്നത്? ഒരു തദ്ധിത നാമശബ്ദമായ കുട്ടിത്തം വരുന്നത്. ഒന്നെങ്കിൽ നാമം, അല്ലെങ്കിൽ നാമവിശേഷണം. ഓക്കെ. കുട്ടി, കുട്ടിത്തം. പുതിയത്, പുതുമ. അടുത്ത നോക്കുട്ടികളെ, ഇനി നമുക്ക് തദ്ധിതങ്ങളെ 4ആയിട്ട് തരംതിരിക്കാം. തന്മാത്ര തദ്ധിതം, തത്വതദ്ധിതം, നാമനിർമ്മയി തദ്ധിതം, പുരാണി തദ്ധിതം. വളരെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കാം കുട്ടികളെ. അപ്പം തദ്ധിതത്തെ നമുക്ക് എത്ര വിധത്തിൽ തരംതിരിക്കാം? ഹലോ, പറയൂ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യൂ. കാര്യം ഇവിടെ മറ്റുള്ള കുട്ടിക്ക് ഡിസ്റ്റർബൻസ് വരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഓഫ് ആക്കിക്കോളൂ. കാര്യം നമ്മൾ പുറമേ ഉള്ള ശബ്ദങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു എന്താ പറയുന്ന ഡിസ്റ്റർബൻസ് വരുവേ. ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാരും ഓഫ് ചെയ്തോളൂ. ഓക്കെ, എല്ലാരും ഓഫ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ചിലരുടെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്, ഞാനും കേൾക്കുന്നുണ്ടേ. ഇനി തദ്ധിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളെ 4 തരത്തിലുള്ള തദ്ധിതങ്ങളുണ്ട്. ഇതിന്റെ അകത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിലൊന്നാണ് തന്മാത്ര തദ്ധിതം, തത്വതദ്ധിതം. നെക്സ്റ്റ് വരുന്നത് നാമനിർമ്മയി തദ്ധിതം, പുരാണി തദ്ധിതം. ഓക്കെ. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് തന്മാത്ര തദ്ധിതത്തെ കുറിച്ചാണ്. എന്താണ് തന്മാത്ര തദ്ധിതം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നവയാണ് തന്മാത്ര തദ്ധിതം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇവിടെയും പ്രത്യായങ്ങളുണ്ട്, വളരെ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. മ, തരം, തം, തനം, ഇത്തം.
എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് തന്മാത്രാ തദ്ധിതം ഉണ്ടാക്കാം. നമുക്ക് ഇങ്ങനെയും പഠിക്കാം. ഈ പ്രത്യയങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് തന്മാത്രാ തദ്ധിതം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുകയാണ്. ആ ഗുണം, ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം അല്ലെ, അല്ലെങ്കിൽ നന്മ അല്ലെ. ശ്രദ്ധിക്കൂ, ഒരു വ്യക്തിയുടെ നന്മ, പുതുമ. ഒരു വ്യക്തിക്കുണ്ട ഒരു ഗുണമാണ് കാടത്തം, അടിമത്തം, കുട്ടിത്തം, വെണ്മ, മണ്ടത്തരം, ആവർത്തനം. അപ്പൊ ഇതൊക്കെ എന്താ, ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ ഗുണത്തെ മാത്രം, ഒന്നെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ വസ്തുവിന്റെയോ ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നവയാണ് തന്മാത്രാ തദ്ധിതം. തന്മാത്രാ തദ്ധിതം ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നതാണ്? മാ, തരം. നിങ്ങളൊന്ന് ആ വേർഡിലേക്ക് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മാ നന്മ, തരം തം കാടത്തം, തനം ആവർത്തനം, തം അല്ലെ കാടത്തം, അടിമത്തം അല്ലൊക്കെ തം ഉണ്ട്, തം പ്രത്യയങ്ങളുണ്ട്. തനം, തനം. സ്വല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് തല കഴുകുന്നുണ്ട്. ഹലോ, ഇതാ എവിടെ നിന്ന് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്? ഹലോ, മൈക്ക് ഓഫ് ചെയ്യൂ. ഹലോ, മൈക്ക് ഓഫ് ചെയ്യൂ. മൈക്കിൽ നിന്നും ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. മൈക്ക് ഓഫ് ചെയ്യൂ. ഓഫ് ചെയ്തോ? ഓക്കെ. അപ്പൊ തന്മാത്ര തദ്ധിതത്തെ കുറിച്ച് മനസ്സിലായോ കുട്ടികളെ? വ്യക്തമായിട്ട് മനസ്സിലായോ? തന്മാത്ര തദ്ധിത ഞാൻ ചോദിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് എടുത്ത് ചോദിക്കും. അപ്പൊ തന്മാത്ര തദ്ധിതം മനസ്സിലായോ? തദ്ധിതത്തില് പറയൂ. നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഇവിടത്തെ പ്രത്യയങ്ങൾ എന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാല് തന്മാത്രാ തദ്ധിതം വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നതേ ഉള്ളൂ. അതാണ് തന്മാത്രാ തദ്ധിതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് കുട്ടികളെ? തന്മാത്രാ തദ്ധിതത്തിന് ശേഷം നമ്മൾ വരുന്നത് തത്വ തദ്ധിതത്തിലേക്കാണ്. തത്വ തദ്ധിതം. തന്മാത്രാ തദ്ധിതം വളരെ ഈസിയാണ്, മനസ്സിലായിട്ടുണ്ടാകും. ഇനി തത്വ തദ്ധിതമാണ്. തത്വ തദ്ധിതം എന്ന് പറയുമ്പോൾ ഇവിടെയും പ്രത്യയങ്ങൾ ഉണ്ട്. അതുള്ളത്, അതുപോലുള്ളത്, അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥവിശേഷണങ്ങൾ കാണിക്കുന്നതാണ് തത്വ തദ്ധിതം. വളരെ ശ്രദ്ധിക്കൂ. അതുള്ളത്, അതുപോലുള്ളത്, അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥവിശേഷണങ്ങൾ കാണിക്കുന്നതാണ് തത്വ തദ്ധിതം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കണം. അതുള്ളത്, അതുപോലുള്ളത്, അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥവിശേഷണങ്ങൾ കാണിക്കുന്നതാണ് തത്വ തദ്ധിതം. മനസ്സിലായല്ലോ? ഇവിടുത്തെ പ്രത്യയങ്ങളൊന്ന് നോക്കൂ. അൻ, ഈ, വൻ, വൾ, അൾ, ആൾ, അളി, ആളി, അൻ, കാരൻ, കാരി എന്ന് വെച്ചാൽ എളുപ്പമാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരൻ, കാരി, അൻ, ആളി, ആൾ, വാൾ, വൻ, അൻ, ഈ എന്നീ നിങ്ങൾ എല്ലാം ഇത് കറക്റ്റ് പഠിച്ചു വെക്കണമേ. ഞാനിത് കഴിഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് തന്മാത്രാ തദ്ധിതത്തെ നമുക്ക് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയ കുട്ടികളെ, മടിയൻ നമ്മുടെ പ്രത്യയത്തിൽ വന്ന് ചേരുന്ന ഒരു പദമാണ്. ഇതൊക്കെ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓപ്ഷൻസ് മീൻസ് തത്വ തദ്ധിതത്തിന് താഴെ തന്നിരിക്കുന്നതിൽ ഉദാഹരണം ഏത്? ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സെന്റൻസുകളായിട്ട് വരാം. പറഞ്ഞ് മനസ്സിലായില്ല? മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് ഈ വേർഡുകളാണ്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, മിക്കവാറും ഒക്കെ ഉള്ള. അപ്പൊ അതിലൊക്കെ ഞാൻ പദങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ മടിയൻ, പിശുക്കൻ, തടിയൻ, ദുഷ്ടൻ, വഴക്കാളി, തടിയുള്ളവൾ, ഇവയൊക്കെ തന്നെ തത്വ തദ്ധിതത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്താ കുട്ടികളെ പറഞ്ഞ? തത്വ തദ്ധിതത്തെ കുറിച്ച് പോലെയാണെങ്കിൽ അതുപോലുള്ളത്, അതുള്ളത്, അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥവിശേഷണങ്ങളെ ഒക്കെ കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തത്വ തദ്ധിതം ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടികളെ വേറൊന്നുമല്ല, ഞാൻ ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോ മടിയൻ എന്ന് പറയുമ്പോ എന്തിൽ നിന്നും ഉണ്ടായതാണ് കുട്ടികളെ? മടിയൻ എന്ന് പറയുമ്പോ എന്താ പറഞ്ഞേ? എന്തിൽ നിന്നുണ്ടായതാണ്? മടിയുള്ളവൻ, മടിയൻ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതുള്ളത്, അതുപോലുള്ളത് എന്ന് പറയുമ്പോ മടിയുള്ളവൻ, മടിയൻ അല്ലേ? അതുപോലെ തെക്കുള്ളവൻ നമ്മൾ എന്ത് പറയും? തെക്കുള്ളവൻ, തെക്കൻ. തെക്കൻ. അപ്പൊ അത് തത്വതദ്ധിതമാണ്, മറക്കാതിരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് ചോദിക്കാം, നിങ്ങളൊന്ന് പറയണമേ, കൃത്യമായിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കൂ. നമ്മള് കള്ളത്തരം അത് ഏത് തത്വത്തിന് ഉദാഹരണമാണ്? നമ്മൾ രണ്ടെണ്ണേ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഏതൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. 2 തരത്തിലുള്ള തദ്ധിതങ്ങളാണ്. തന്മാത്രാ തദ്ധിതവും പഠിച്ചു, തദ്ധിതവും പഠിച്ചു. അങ്ങനെ കള്ളത്തരം നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ഐഡന്റിഫൈ. പ്രത്യായം വെച്ചിട്ടല്ലേ പിടിച്ചേ? പ്രത്യായം വെച്ചിട്ടാണോ പിടിച്ചേ? ഇത്ത പ്രത്യായം. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന പ്രത്യായങ്ങൾ വെച്ച് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മുതലാളിത്തം, വിഡ്ഢിത്തം, അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കള്ളത്തരം, മുതലാളിത്തം, വിഡ്ഢിത്തം, ഇതെല്ലാം നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാവും. ഇതെല്ലാം തന്നെ തന്മാത്രാ തദ്ധിതമാണ്. ഇനി തത്വതദ്ധിതത്തിലേക്ക് കടക്കുമ്പോ മനസ്സിലായല്ലോ. മടിയൻ, പിശുക്കൻ, തടിയൻ, ദുഷ്ടൻ, വഴക്കാളി, ആളി, ദുഷ്ടൻ, തടിയുള്ളവൾ, വൾ, കേട്ടോ. അങ്ങനെ നമുക്കിപ്പോ ആളി, ആൻ, കാരൻ, കാരി, അങ്ങനെയുള്ള ഏതെല്ലാം പദങ്ങളാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യായങ്ങൾ ചേർന്ന് വരുമ്പോ തത്വതദ്ധിതമായി കഴിഞ്ഞു. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇങ്ങനെയാണെങ്കിൽ നാമനിർമ്മയി തദ്ധിതത്തിലേക്ക് കടക്കാം. എന്താണ് നാമനിർമ്മയി തദ്ധിതം? ഇവിടെ നിങ്ങൾ പേരച്ചത്തെ കുറിച്ച് പഠിച്ചു. നാമത്തിന് പ്രാധാന്യം പേരച്ചം അല്ലെ? പഠിച്ചില്ലേ നാമത്തിന് പ്രാധാന്യം? പഠിച്ചു. പേരച്ചവും വിനയച്ചവും പൂർണ്ണക്രിയയും അപൂർണക്രിയയും എല്ലാം നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ പേരച്ചം, സംബന്ധിക വിഭക്തി, നമ്മൾ വിഭക്തി പഠിച്ചില്ലേ? വിഭക്തി പഠിച്ചില്ലേ? ആധാരിക വിഭക്തി പഠിച്ചില്ലേ? അത് തന്നെയാണ് സംഗതി. എന്നിവരോട് ആൻ, ആൾ, തൂ എന്നീ പ്രത്യായങ്ങൾ ചേർന്നുണ്ടായവയാണ് നാമനിർമ്മയി തദ്ധിതം. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ ഇരിക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പേരച്ചം, വിനയച്ചം, വിഭക്തി, സംബന്ധിക വിഭക്തി അറിയണം, ആധാരിക വിഭക്തി എന്നിവയോട്, അല്ലെങ്കിൽ എന്നീ പ്രത്യായങ്ങൾ വന്നാലും മതി. എന്നിവയോട് ആൻ, ആൾ, അല്ലെ, അൻ, അൾ, തു, അൻ, അൾ, തു എന്നീ പ്രത്യായങ്ങൾ ചേർന്നുണ്ടായവയാണ് നാമനിർമ്മയി തദ്ധിതം. ഫോർ എക്സാമ്പിൾ, കണ്ടവൻ, കണ്ടവൾ, ശ്രദ്ധിക്കണം, അൾ, 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 അവൻ, കണ്ടവൻ. കണ്ടത്, കണ്ടത്, പേരച്ചം, സംബന്ധിക വിഭക്തി, ആധാരിക വിഭക്തി. കുട്ടികളെ, ഈ സംബന്ധിക വിഭക്തിയുടെ പ്രത്യായങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ? എനിബഡി? സംബന്ധിക വിഭക്തിയുടെ പ്രത്യായങ്ങൾ ആർക്കറിയാം? രണ്ടുപേരെ ഒരുമിച്ചാക്കുന്നത്. രാമന്റെ. വെരി ഗുഡ്, വെരി ഗുഡ്. അതങ്ങ് ആലോചിച്ചു. ആധാരിക എല്ലാവർക്കും അറിയാം അല്ലേ? സിമ്പിൾ ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ അത് ആലോചിച്ച് വെച്ചിരുന്ന ഇവിടെ കിട്ടാൻ എളുപ്പമാണ്. കാര്യം കണ്ടവൻ, കണ്ടവൾ, കണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഈ നാമനിർമ്മയി തദ്ധിതം എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായോ? നാമനിർമ്മയി തദ്ധിതം. ഓക്കെ, അങ്ങനാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തും കൂടെ കടക്കാണ്. അടുത്തത് പുരാണി തദ്ധിതം. എഴുതിയെടുത്ത് കഴിഞ്ഞിട്ടില്ല. സോറി സോറി സോറി. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് വരുന്നതും കൂടെ ഉള്ളൂ. പൂരണി തദ്ധിതം. എന്താണ് പൂരണി തദ്ധിതം? വേറൊന്നുമല്ല, സംഖ്യാനാമത്തോടൊപ്പം അം, അതേ ഇവയിൽ ഏതെങ്കിലും ചേർത്ത് പൂരണി തദ്ധിതം നിർമ്മിക്കുന്നു. എന്താണ് സംഖ്യാനാമത്തോട് നാമത്തെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? നാമത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ കുട്ടികളെ? കേട്ടിട്ടുണ്ടോ? അതല്ലേ? അതെ 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 അതെ. അപ്പൊ സംഖ്യാനാമം, നിങ്ങൾ നാമങ്ങളെ വ്യക്തമായിട്ട് പഠിക്കണം. നമ്മൾ പ്രധാനമായിട്ട് സംജ്ഞാനാമങ്ങള്, സാമാന്യനാമങ്ങള്, സർവനാമങ്ങള് ഒക്കെയാണ് നാമത്തിൽ. ഈ നാമം 1000 കണ്ണുകൾ. അതെ, ഓക്കെ. അപ്പൊ സംഖ്യാനാമത്തിനോടൊപ്പം വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ ഞാൻ ചോദിച്ചത് നാമത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇതല്ലാതെ മേയാനാമം, നാമം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നാമമാണ് ചോദിച്ചത്, നാമം. ഇത് ഒന്നാമത്തെ, അത് സംഖ്യ, അത് വേറെ. സാഖ്യം അത് വേറെ. ഞാൻ ചോദിച്ച നാമമാണ് കുട്ടികളെ. മേയാനാമം, സംജ്ഞാനാമം, സാമാന്യനാമം പഠിച്ചിട്ടുണ്ടോ? സർവനാമത്തിന് ഉദാഹരണം എപ്പോഴും ചോദിക്കുക. ആർക്കെങ്കിലും അറിയാമോ?
ഞാനൊരു ഉദാഹരണം വെറുതെ ചോദിക്കാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഉത്തരം പറയുക. വെള്ളം ഏത് നാമത്തിന് ഉദാഹരണമാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. വെള്ളം ഏത് നാമത്തിന് ഉദാഹരണമാണ്? വെള്ളം സർവനാമം. സർവനാമമല്ല, മേയനാമമാണ്. ആരോ ഉത്തരം ഇടയ്ക്ക് ഒരു മിടുക്കി പറഞ്ഞു. മേയനാമത്തിന് ഉദാഹരണമാണ് വെള്ളം. അപ്പൊ നാമം ഒന്ന് നന്നായിട്ട് പഠിച്ചെടുക്കുക. നാമം ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ സാഖ്യമാണ് പറഞ്ഞത്, അത് വേറെ. സാഖ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് ഭേദകത്തിലാണ് പഠിച്ചത് അല്ലേ? സാഖ്യ വിശേഷണം, ഇരുനാഴി, മുക്കണ്ണൻ, അത് വേറെ. സാഖ്യാനാമത്തോടൊപ്പം അതേ ഇവയിലേതെങ്കിലും ചേർത്ത് പൂരണീ തദ്ധിതം നിർമ്മിക്കും. വളരെ ശ്രദ്ധിക്കണം. നാമം പഠിച്ചുകൊണ്ടേ പരീക്ഷയ്ക്ക് പോകുക. കാര്യം മേയാനാമൊക്കെ എപ്പോഴും സർവത്ര ചോദിക്കുന്ന കാര്യമാണ്. എപ്പോഴും ചോദിക്കും. വെള്ളമൊക്കെ എപ്പോഴും ചോദിക്കും. ഇവൾ, അതുപോലെ തന്നെ വെള്ളം, രവി ഒക്കെ ഒത്തിരി നേരത്തെ ചോദിക്കുന്നതാണ്. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്, വേറൊന്നും കൊണ്ടല്ല. അപ്പൊ സാഖ്യാനാമത്തോടൊപ്പം അതേ ഇവയിലേതെങ്കിലും ചേർത്ത് പൂരണീ തദ്ധിതം നിർമ്മിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ. അപ്പൊ ഭേദകത്തെ കുറിച്ച് അങ്ങ് ചിന്തിച്ചാൽ മതി, ഇത് എളുപ്പത്തിൽ കിട്ടും. പൂരണീ തദ്ധിതം എന്ന് പറയുമ്പോൾ സാഖ്യാനാമത്തോടൊപ്പം അതേ ഇവയിലേതെങ്കിലും ചേർത്ത് പൂരണീ തദ്ധിതം നിർമ്മിക്കും. ഒന്നാമത്തെ. വ്യക്തമായിട്ട് മനസ്സിലായോ കുട്ടികളെ? ഹലോ പറയൂ, മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഡൗട്ട് ഒന്ന് ഒന്ന് പറഞ്ഞു തരാം. അറിഞ്ഞുകൂടാത്തവരൊന്ന് കുറിച്ച് വെക്കി. ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനുണ്ട്. നമ്മൾ നാമങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് എഴുതിക്കോളൂ, എഴുതണമേ. നാമങ്ങൾ പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. നാമങ്ങളെ ഏതൊക്കെയാണ് കുട്ടികളെ അറിയാം? നാമം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒരു വ്യക്തിയുടെ, വസ്തുവിന്റെ, സ്ഥലത്തിന്റെ ഒക്കെ തന്നെ പേരായ ശബ്ദത്തെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. ഈ നാമത്തെ പ്രധാനമായിട്ടും നമ്മൾ തരംതിരിക്കുന്നത് ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ആണ് ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഓക്കെ. അപ്പൊ ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം എന്നിങ്ങനെയാണ് നാമത്തെ നമ്മൾ പ്രധാനമായിട്ടും തിരഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അതിൽ എടുത്ത് പഠിക്കേണ്ട ഒരാളാണെന്ന് വെച്ചാൽ ആരാന്നറിയോ കുട്ടികളെ? ഈ ദ്രവ്യനാമത്തെയാണ് നമ്മൾ നമ്മൾ എന്തെന്നായിട്ട് തരംതിരിക്കുന്നത്. ആരും മറന്നുമല്ലേ? ഒത്തിരി ഒരു വലിയൊരു ചങ്ങല പോലെ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും അതിന്റെ ഇടത്ത് ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കാരണം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ ഡൗട്ട് ഞാൻ ഇടയിൽ ഈ നാമം കണ്ടുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മള് അതെ. അതായത് ഈ ദ്രവ്യനാമത്തെയാണ് സംജ്ഞാനാമം, സാമാന്യനാമം, മേയാനാമം, സർവനാമം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 4 എഴുതി വെച്ചോ നിങ്ങൾ. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഇങ്ങനെ 4ആയിട്ട് തരംതിരിക്കുന്ന ആരെയാണെന്ന് മനസ്സിലാക്കുക. ആരെയാണ്? ദ്രവ്യനാമം. ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്ന? ഒരു വസ്തുവിന്റെയോ അല്ലെ, ഒരു ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒരു ദ്രവ്യത്തിന്റെ, അതാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കണല്ലോ കുട്ടികളെ. എന്താണ്ടാ? ഒന്നുകൂടി പറഞ്ഞു തരുമോ? ഒന്നുകൂടെ പറഞ്ഞത്. ആദ്യം മനസ്സിലാക്കേണ്ട നാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നാമങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് ഞാൻ ഈ പറയുന്ന ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം എന്നിങ്ങനെ. പറഞ്ഞ മനസ്സിലായോ? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇതില് ഈ ദ്രവ്യനാമത്തിനെ നിങ്ങൾ അങ്ങോട്ട് എടുക്കുക. ഈ ദ്രവ്യനാമത്തെയാണ് നമ്മള് സംജ്ഞാനാമം, എഴുതിക്കോണേ, സംജ്ഞാനാമം, അതുപോലെ തന്നെ സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഓക്കെ. ഇനി സർവനാമത്തെ ഉണ്ട്. സർവനാമത്തെ പറയാം. നിങ്ങൾക്ക് അറിയാവോ? ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്നിങ്ങനെ തരംതിരിക്കുന്നത് നമ്മുടെ സർവനാമത്തെയാണ്. അത് പിന്നെ പഠിക്കാം. അതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പോവും. അപ്പൊ ഇതിൽ നമ്മള് സംജ്ഞാനാമത്തെ കുറിച്ച് പറയാണ്. എന്താണ് കുട്ടികളെ സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പറയാമോ? നമുക്ക് ഉദാഹരണമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സംജ്ഞാനാമം എന്താണ്? കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ വേർതിരിച്ച് പറയാം. അങ്ങനല്ല. മീൻസ് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ ഒക്കെ തന്നെ പേരിനെയാണ്. ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ ഒക്കെ പേരിനെ കുറിക്കുന്ന പദമാണ് സംജ്ഞാനാമം.
പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നു. വ്യക്തികളുടെ പേരാവാം, സ്ഥലനാമങ്ങളാകാം, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ വസ്തുക്കളുടെ നാമമാവാം. ഇവയെ കുറിക്കുന്നതിനാണ് എന്തെന്നറിയപ്പെടുന്ന കുട്ടികളെ സംജ്ഞാനാമം എന്ന് വിളിക്കുന്നത്. സംജ്ഞാനാമം. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയൂ, വ്യക്തികളുടെ ആയാലും. പെട്ടെന്ന് കൃഷ്ണൻ, തെങ്ങ്, കൃഷ്ണൻ, കശുമാവ്. അതെ അതെ. കൊച്ചി, ഇല്ലെങ്കിൽ തിരുവനന്തപുരം, മേശ, ബൈബിൾ, അങ്ങനെ വസ്തു പറയാം, വ്യക്തികൾ പറയാം, സ്ഥലപ്പേര് പറയാം. ഇതൊക്കെയാണ് സംജ്ഞാനാമങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പം തിരികെ പോവാണ്, സാമാന്യ നാമത്തിലേക്ക് കടക്കാം. എന്താണ് കുട്ടികളെ സാമാന്യ നാമങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങൾ ആരോ നേരത്തെ തെറ്റിച്ചു പറഞ്ഞു. നേരത്തെ ഒരു കുട്ടി, ഞാൻ ശ്രദ്ധിക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു ഒരു കൂട്ടം എന്ന് പറഞ്ഞു. ഒരു കൂട്ടം വരുന്ന ഇവിടെയാണ്. അതായത് ഒരു കൂട്ടം വ്യക്തിയോ ഒരു കൂട്ടം വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ അല്ലെങ്കിൽ ഒരു വർഗം, അതിനെയൊക്കെ തന്നെ പൊതുവായിട്ട് നമ്മളൊരു പേര് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നദി. നദി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു അല്ലെ, ഒരു അങ്ങനെയല്ലേ വിളിക്കുന്നത്. അല്ലെങ്കിൽ മരം, അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്നു. ഒരു കൂട്ടം വ്യക്തികളെയല്ലേ മനുഷ്യർ എന്ന് പറയുന്നത്. പൊതുവായിട്ട് പറയുന്ന പദങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരും. നദി, ഇല്ലെങ്കിൽ സംസ്ഥാനം. സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം എന്നുള്ളതല്ല, സംസ്ഥാനം എന്നാണ് നമ്മൾ പൊതുവിൽ പറയുന്നത്. മരം, പക്ഷികൾ, മനുഷ്യർ, പക്ഷികൾ, മരങ്ങൾ, അതിനൊക്കെ നമ്മൾ ഈ സാമാന്യ നാമത്തിൽ വരും. മനുഷ്യർ, അല്ലെങ്കിൽ മരങ്ങൾ, പക്ഷികൾ, അല്ലെ, വരത്തില്ലേ? സംസ്ഥാനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഒരു കൂട്ടം എന്ന് ചിന്തിച്ചാൽ മതി. മറ്റേ നിങ്ങൾ ഒരു വ്യക്തി എന്നങ്ങോട്ട് ചിന്തിക്കുക, ഇത് ഒരു കൂട്ടം എന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ സാമാന്യ നാമങ്ങൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ മേയനാമത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കുട്ടികളെ മേയനാമം എന്ന് പറയുന്നത്? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ മേയനാമങ്ങളായിരിക്കും. കൂട്ടമായെന്ന് പറയാൻ കഴിയാത്തത്. കൂട്ടം, അതായത് ഒരു ജാതിയുടെ, നമ്മൾ കൂട്ടമായെന്ന് പറയുമ്പോൾ അതിനെ എടുത്തു പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ജാതിയുടെയോ വ്യക്തിയുടെയോ ഒന്നും തന്നെ കൂട്ടത്തിൽ പെടാനാവാത്ത ലെവലിൽ ജാതിമത ഭേദമന്യേ ഉപയോഗിക്കുന്ന, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഒരു PSC ക്വസ്റ്റ്യനിൽ അങ്ങനെയാ കണ്ടത്. ജാതിമത ഭേദമന്യേ ഉപയോഗിക്കുന്ന നാമമേത്, അങ്ങനെയാ ചോദിച്ചത് പരീക്ഷയ്ക്ക്. അത് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? ഫോർ എക്സാമ്പിൾ എന്നും പറയാം, വെള്ളം, അല്ലെ, മണ്ണ്, ഇല്ലെങ്കിൽ വെളിച്ചം, അതിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് ജാതിപത ഭേദമെന്നേ ഉപയോഗിക്കുന്നില്ലേ. മഴ എന്തും പറയാം. ആകാശം, വായു, പ്രകാശം, വായു, പ്രകാശം, മഴ, മേഘം. അപ്പൊ ഇവയൊക്കെ തന്നെ ഈ മേയനാമങ്ങൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആയി പറയാം. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ? PSCക്ക് വന്നതാണോ? ജാതിമത ഭേദമെന്നേ ഉപയോഗിക്കുന്ന നാമമേത്? ജാതിമത ഭേദ വ്യക്തിഭേദമെന്നേ, ജാതിമത വ്യക്തിഭേദമെന്നേ ഉപയോഗിക്കുന്ന നാമമേത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചായിരുന്നു. ഇത് നിങ്ങളുടെക്കല്ല, ഇത് PSC ലെവലിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാ കേട്ടോ. നിങ്ങൾക്കും വന്നുകൂടാതില്ല, പലതും ചോദിക്കാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി സർവനാമത്തിലേക്ക് കടക്കാണ്. സർവനാമം എന്ന് പറയുമ്പോൾ എന്താ കുട്ടികളെ? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന, അല്ലെ, നാമതുല്യ പദങ്ങൾ, അതല്ലേ സർവനാമങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ നമുക്ക് അവൻ, അവൾ, അവർ. അപ്പൊ ഇതൊക്കെ നമുക്ക് നാമത്തിന് പകരം ഉപയോഗിക്കുന്നവയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ചുട്ടെഴുത്തുകൾ നമ്മൾ പറഞ്ഞതാണല്ലേ, ചുട്ടെഴുത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലേ? ഓർമ്മയില്ലേ? ചുട്ടെഴുത്തിനെ കുറിച്ച് പറഞ്ഞേ. അപ്പൊ അങ്ങനെയുള്ള നാമശബ്ദങ്ങളാണ് അവൾ, അവൻ, ഇവ, ഇവർ, ഏത്, ഏത്, ഏവർ, അവർ. അപ്പൊ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവയാണ്, ഇത്തരത്തില് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഏകദേശം ഗ്രാമറിന്റെ എല്ലാ പോർഷൻസുകളും ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് സംജ്ഞാനാമങ്ങളെ കുറിച്ച്, സാമാന്യ നാമങ്ങൾ, മേയനാമങ്ങൾ, സർവനാമങ്ങൾ. മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങള്? അപ്പൊ നമ്മൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്താണെന്ന് കൂടെ ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ ആക്ച്വലി ഇപ്പം പഠിച്ചുകൊണ്ടിരുന്നത് പൂരണീ തത്വത്തെ കുറിച്ച്. അപ്പൊ ഈ സാഖ്യനാമം, സാഖ്യം എന്ന് വെച്ചാൽ ഭേദകമാണേ, മറന്നുപോലെ. അപ്പൊ സാഖ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ നാമം കണ്ടത്. അപ്പൊ നാമവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ ഇതൊക്കെ വന്ന കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് എല്ലാവരും എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് ഒരു തദ്ധിതത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? സോറി, ഒന്ന് പറയാവോ?
നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പഠിച്ചു പോകാം. ഒന്ന് പറയൂ, എന്താണ് തദ്ധിതങ്ങൾ? ഓടി ഓടി പറഞ്ഞാൽ മതി. എത്ര വിധത്തിലുള്ള തദ്ധിതങ്ങളുണ്ട്, എന്താണ് തദ്ധിതങ്ങൾ? ഹലോ പറയൂ കുട്ടികളെ. നാമത്തിൽ നിന്നോ നാമവിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാവുന്ന നാമശബ്ദങ്ങളാണ് തദ്ധിതം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഏതൊക്കെയാണ്? ഉദാഹരണം പറയൂ. കുട്ടി, കുട്ടിത്തം, പുതിയത്, പുതുമ. ഓക്കെ, ഇനി നമ്മള് തദ്ധിതങ്ങളെ എത്ര വിധങ്ങളായിട്ട് തരംതിരിക്കാം? 4 തരംതിരിക്കാം. ഏതൊക്കെയാണ്? തന്മാത്ര തദ്ധിതം, തത്വത്വ തദ്ധിതം, നിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം. ഓക്കെ, പറഞ്ഞോളൂ. തന്മാത്ര തദ്ധിതം ഒരു വ്യക്തിയുടെ വസ്തുവിന്റെയോ ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നത്. ഓക്കെ, ഉദാഹരണം പറയൂ. അതിന്റെ പ്രത്യയങ്ങളൊന്ന് പറഞ്ഞേ. തരം, തനം, തം എന്നീ പ്രത്യയങ്ങൾ. നന്മ, പുതുമ, കാടത്തം, അടിമത്തം, കുട്ടിത്തം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അതിന്റെ പ്രത്യയങ്ങൾ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ തത്വതദ്ധിതം ഏതാ കുട്ടികളെ? തത്വതദ്ധിതം അതുള്ളത്, അതുപോലുള്ള തുടങ്ങിയുണ്ടായതാണ് തത്വതദ്ധിതം. ഓക്കെ, അതിന്റെ പ്രത്യയങ്ങൾ ഞാൻ പറഞ്ഞുതരാതെ തന്നെ അറിയാലോ അല്ലെ? ഉദാഹരണം പറഞ്ഞോളൂ. മടിയൻ, പിശുക്കൻ, തടിയൻ, ദുഷ്ടൻ, വഴക്കാളി. നാമനിർമ്മയി തദ്ധിതം എന്ന് പറഞ്ഞേ. നാമനിർമ്മയി തദ്ധിതം. പേരച്ചം, സംബന്ധിക വിഭക്തി, ആധാരിക വിഭക്തി എന്നിവയോട് അൻ, ആൾ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർന്നുണ്ടാവുന്ന തദ്ധിതം. ഓക്കെ, ഇനി പൂരണി തദ്ധിതം. സംഖ്യാനാമത്തോട് ആം, തേ എന്നുള്ള പ്രത്യയങ്ങൾ ചേർന്നുണ്ടാവുന്നത്. ഒന്നാം, ഒന്നാമത്തെ. അതെയോ. ഓക്കെ. ഇനി അടുത്ത ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ ഒന്ന് പറയാൻ. നോക്കിയോളൂ. കാട്ടാളത്തം എന്ന പദം ഏത് വിഭാഗമാണ്? തദ്ധിതമാണോ, കൃത്താണോ, ഭേദകമാണോ, സമുച്ചയമാണോ? കാട്ടാളത്തം തദ്ധിതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാട്ടാളത്തം കുട്ടികളെ ഏത് തരത്തിലുള്ള തദ്ധിതമാണ്? കാട്ടാളത്തം എന്ന പദം തന്മാത്രയാണോ, നാമമാണോ, തത്വതദ്ധിതമാണോ? ഏതിൽ വരും? തന്മാത്ര. കാര്യം നമ്മൾ ഇത്തം പഠിച്ചു. ഇനി തത്വതദ്ധിതത്തിൽ പെടും. എന്താണ്? കാടത്തം അതിലെന്നല്ലേ വരിക? കാടത്തം എന്ന് വരുമ്പോ കാട്ടാളത്തം എന്നല്ലേ പറഞ്ഞു? ഇത്തം വരുന്നുണ്ടല്ലോ കുട്ടി. ഇത്തം എന്ന പ്രത്യയം വരുന്നത് ഏതിയാ? അതിലെന്ത് വരും? കാടത്തം വരും. കാടത്തം വരും. മുതലാളിത്തം വരും. വിഡ്ഢിത്തം വരും. കള്ളത്തരം വരും. അതെല്ലാം വരും, തന്മാത്രയിൽ വരും. മുതലാളിത്തം വരും, അതുപോലെ തന്നെ വിഡ്ഢിത്തം വരും, കള്ളത്തരം വരും. ഇതെല്ലാം വരും. ഏതിൽ വരും? തന്മാത്ര തദ്ധിതത്തിൽ വരും. ഞങ്ങളാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ അടുത്ത പറഞ്ഞേ. തദ്ധിതത്തിൽ പെടുന്നത്. തദ്ധിതത്തിൽ പെടുന്നത് പറഞ്ഞേ. മണ്ടത്തരം ഏതിൽ പെടും കുട്ടികളെ? ഏത് തദ്ധിതത്തിൽ പെടും? മണ്ടത്തരം, തന്മാത്ര. വെരി ഗുഡ്. തെക്കൻ, അത് ഏത് തദ്ധിതത്തിൽ പെടും കുട്ടികളെ? തെക്കൻ ഒന്ന് പറഞ്ഞേ. തെക്കൻ. ഞാൻ ചോദിച്ചത്. അയ്യോ, അല്ല. നാമനിർമ്മയി വരാൻ ചാൻസ് ഇല്ല. തദ്വതദ്ധിതം. ശ്രദ്ധിച്ചു പറയും. മൂപ്പൻ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓക്കെ. വെരി ഗുഡ്. മൂപ്പൻ എന്ന് പറയുമ്പോ ഞാൻ വെറുതെ തദ്ധിതം കിട്ടാലും നിങ്ങൾ പറയുമ്പോ നിങ്ങൾ കറക്റ്റ് ഏത് തദ്ധിതമാണെന്ന് തന്നെ പറഞ്ഞു പോണം കേട്ടോ. വെറുതെ അങ്ങ് പറഞ്ഞു പോയില്ല. ഇനി തദ്ധിതത്തിന് ഉദാഹരണം ജാനകി, നദി, പഴമ, തെക്കൻ. നിങ്ങൾക്കറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞു തെക്കുള്ളവൻ തെക്കൻ. അത് അതിന്റെ അകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. മനസ്സിലായോ? അല്ല കുട്ടികളെ, മനസ്സിലായോ തദ്ധിതത്തെ കുറിച്ച്? ഇതിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രത്യയങ്ങളൊക്കെ ചേർത്ത് ചോദിക്കാം. അപ്പോഴും നിങ്ങൾ തെറ്റിക്കാതിരിക്കുക. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നന്മ ഏത് തരത്തിലുള്ള തദ്ധിതമാണെന്ന് പറഞ്ഞേ. തന്മാത്ര വെരി ഗുഡ്. തന്മാത്ര തദ്ധിതമാണ്, മറക്കാതിരിക്കുക. അതുപോലെ തന്നെ കണ്ടവൾ ഏത് തരത്തിലുള്ള തദ്ധിതമാണ്? കണ്ടവൾ
നാമനിർണയി അയ്യോ അയ്യോ കണ്ടവൾ ഇൾ തത്വതത്വം. ഇൾ വൾ വൾ നാമനിർണയി തദ്ധിതം നാമനിർണയി തദ്ധിതം. വെരി ഗുഡ് വെരി ഗുഡ് കുട്ടികളെ. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗ്രാമർ പോർഷൻ പഠിച്ചു. ഒന്ന് നമ്മൾ പഠിച്ചു, എന്താ പറഞ്ഞ നാമങ്ങളെ കുറിച്ച് പഠിച്ചു ഉണ്ടല്ലോ. അതുപോലെ തന്നെ തദ്ധിതത്തെയും പഠിച്ചു. ഇതിന്റെ അകത്ത് നിന്നൊക്കെ ചോദിക്കാൻ കൂടുതൽ ചാൻസ്, ഏറ്റവും കൂടുതൽ ഈ മേയനാമങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. സർവ്വനാമമൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, സംജ്ഞാനാമം എളുപ്പമാണ്. പക്ഷെ മേയനാമത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ചില പിള്ളേർ ഇച്ചിരി കുറച്ചു നേരം നിൽക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ നാമം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക നന്നായിട്ട്. തദ്ധിതത്തെ കുറിച്ചും എളുപ്പല്ലേ, തദ്ധിതം എളുപ്പമല്ലേ പഠിക്കാൻ? നിങ്ങൾ പറഞ്ഞേ, സിമ്പിൾ അല്ലേ തദ്ധിതം പഠിക്കാൻ? ആണോ കുട്ടികളെ? ഹലോ, ഓക്കെ. ഇനി ഞാൻ പിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രീവിയസ്ലി വന്നിട്ടുള്ള കേറ്ററ്റ് എക്സാമിനേഷന് വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തിയിട്ട് പിന്നെ അങ്ങോട്ട് പോവാമേ. നിങ്ങൾ പറഞ്ഞ പര്യായ പദം അല്ലാത്തതേത്? എന്താണ്? കള്ളത്തിനാണ്. കള്ളത്തിന് പര്യായമല്ലാത്തത് ഏതാണ്? ഞാൻ ഇങ്ങനെ വന്നപ്പോ ഇവിടെ വന്നു എന്ന്. പര്യായ പദം അല്ലാത്തത് ഏത്? കള്ളത്തിനാണേ. കള്ളത്തിന്റെ പര്യായ പദം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് പറയണവേ. വായിക്കാൻ ഞാൻ താഴോട്ടാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തെറ്റിപ്പോകാതെ പറയുക. ഏതാ കുട്ടികളെ കള്ളത്തിന് പര്യായ പദം അല്ലാത്തത്? ഒന്ന് പറയൂ. വ്യാജം, പൊളി, കൈതവം, വാഞ്ചിതം. കൈതവം കൈതവമല്ലല്ലോ, കൈതവമല്ല, വാഞ്ചിതം. വാഞ്ചിതമാണ്. അപ്പൊ വാഞ്ചിതമാണ് എന്തിന് ഉദാഹരണം? അല്ലാത്തത് എന്തിനു ഉദാഹരണം? അല്ലാത്ത കുട്ടികളെ കള്ളത്തിന്റെ പര്യായം അല്ലാത്തത്. കൈതവം എന്ന് പറഞ്ഞാലും കള്ളന്നാവൂല. ഓക്കെ ഓക്കെ, വരും 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 വരും. അതേസമയം കുട്ടികളെ കളരവം എന്താണ് കുട്ടികളെ? കളരവം അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കളരവം അറിയാമോ ആർക്കെങ്കിലും? കളരവം. നിങ്ങൾ കൈതവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കളരവം ചോദിച്ചത്. കളരവം പറയാമോ? കളരവം. പ്രാവ്, പ്രാവ് അത് ചോദിക്കാനേ. കളരവം പ്രാവാണ്. പ്രാവ് എഴുതി വെച്ചോണേ. കളരവം പ്രാവ് എന്ന് എഴുതി വെച്ചോണേ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കളരവം പ്രാവാണ്. പ്രാവ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. അങ്കണം എന്ന പദത്തിന്റെ പര്യായം ഏത്? പറഞ്ഞു. മുറ്റമാണോ, അംഗമാണോ, അകിടാണോ, ലജ്ജയാണോ? അങ്കണക്കൈമാവ് അല്ലെ. മുറ്റം മുറ്റം മുറ്റം. അങ്കണം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ പര്യായ പദങ്ങളുമായിട്ട് പ്രീവിയസ്ലി വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകളാണ് ഞാനിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ഇത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പോർഷനിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കൂ. കൈ, പാണി, ബാഹു, ഹസ്തം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനിയിപ്പൊ ഈ പറഞ്ഞ കൈതവവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചതുകൊണ്ട് കൈക്ക് ഉദാഹരണങ്ങളാണ് പാണി, ബാഹു, ഹസ്തം. ഇനി കൊടിക്കൂറ, ദ്വാജം, പതാക, കേതനം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കൊടുമുടി, ശൃംഗം, ശിഖിരം, കൂട്. ഇതിലൊക്കെ ചിലതൊക്കെ നിങ്ങൾക്ക് നിസാരമായിരിക്കും, എളുപ്പമാണ്. ചിലതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കോഴി ഒന്ന് നോക്കൂ കുട്ടികളെ. താമ്രചൂടം, ചരണായുധം അതാണ് കോഴി കേട്ടോ. ഇത് എഴുതി എടുക്കുന്നുണ്ടോ നിങ്ങൾ? പറയൂ. എഴുതുന്നുണ്ട്. ഇതൊക്കെ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതുമായോണ്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊന്ന് എഴുതിയെടുക്കാൻ നോക്കൂ. പിന്നെ അതുപോലെ തന്നെ കൂട്ടം, വൃന്ദം, നികരം, നിവഹം, കാല്, ചരണം, പദം, പത്ത്, കിരീടം, മകുടം, മുകടം, മൗലി. പിന്നെ കോകില എല്ലാവർക്കും പിന്നെ കുയിൽ എല്ലാവർക്കും അറിയാം. പികം, കോകിലം, വനപ്രിയം. കുരുമുളക്, മരിജം, വീരം, കൃഷ്ണം. കോഴി ചോദിക്കും കേട്ടോ. താമ്രചൂടം, ചരണായുധം. ചരണായുധം. പിന്നെ പൂവിന്റെയൊക്കെ പര്യായം എല്ലാവർക്കും അറിഞ്ഞൂടെ കുട്ടികളെ? പ്രാവ് ഒന്ന് ശ്രദ്ധിക്കണം. പൂവ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
കപോതം എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? കപോതം എന്താ കുട്ടികളെ? കപോതം കപോതം പ്രാവാണ്. സാധാരണയായിട്ട് പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു കാര്യമാണ്. കപോതം പ്രാവ്. കളരവം കൈതവമല്ല കളരവം പ്രാവ്. കപോതം പ്രാവ്. പിന്നെ ഗൃഹമൊക്കെ എല്ലാവർക്കും അറിയാം. വസതി, ഭവനം, ആലയം. അതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചിരി, ഹാസം, സ്മേരം, സ്മിതം. ചിലന്തി, ലൂത, തന്തുവായം, മർക്കടകം. മർക്കടൻ മർക്കടൻ അല്ല കേട്ടോ, അത് വേറെ. മർക്കടൻ എന്ന് പറയുമ്പോ അത് മങ്കിയാണ്. മർക്കടൻ. ഇത് മർക്കടകം. കടകം വരുമ്പോ ആള് തെറ്റും, ചിലന്തിയാവും. മർക്കടൻ വേറെയാണ്. ഇത് മർക്കടകം ആണ് ചിലന്തി. തെറ്റിപ്പോലും. മർക്കടകം. ഇനി സൗഹൃദം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് കുട്ടികളെ? സൗഹൃദം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? സൗഹൃദം. പിരിയാതെ, പ്രിയത, പ്രണയം. ഏതാണ്? പിരിയാതെ, പ്രിയത, ശ്രദ്ധിക്കണം, പ്രണയം, ദീപം. ഇതില് ഏതാണ് കുട്ടികളെ നമ്മുടെ എന്താ പറയുക? സൗഹൃദം. സൗഹൃദം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. പ്രിയതയാണ് കറക്റ്റ് ആൻസർ. പ്രിയത അത് ചോദിച്ചിട്ടുള്ളതാണ്. പ്രിയതയാണ് കറക്റ്റ് ആണ്. അടുക്കളയ്ക്ക് മഹാനസം, രസവതി, പാകസ്ഥാനം. അമൃതം, പീയൂഷം, സുധ, കീലാലം. അമൃതം. അസ്ഥി, എല്ല്, കീകസം, കുല്യം. മനസ്സിലായോ? ആനവഴി, തൂണിരം, ശരധി, അശ്രമം, ഉടജം, പർണശാല, തപോവനം. ഏതാണ്? ഒന്നും കൂടി ഫസ്റ്റത്തെ അടുക്കള ഭാഗം വരുന്നത്. അടുക്കള, മഹാനസം, രസവതി, പാകസ്ഥാനം. ഒരുപാടുണ്ട് കേട്ടോ സംഗതി. ഇതൊക്കെ ഒരുവിധം നോക്കിക്കൊണ്ട് പോകാനേ കഴിയത്തുള്ളൂ. കാര്യം സകലതും നമുക്ക് പഠിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. അടുത്ത ഭാഗത്തേക്ക് കടക്കട്ടെ. എഴുതിയെടുത്തോ? കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും വരുന്നതാണ് കുട്ടികളെ. ഇനി ഈ പറഞ്ഞ പോലെ ഈ ശരിയായ പദങ്ങൾ ഉണ്ടല്ലോ, അത് ഒരുപാടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ പദങ്ങളെല്ലാം കൊണ്ടുവരാനും ഏകദേശം ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം, നിങ്ങൾ ഐച്ഛികം എന്നതിന് ഏത് പദമാണ് കുട്ടികളെ ശരിയായ നിങ്ങൾ പറയുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വെരി ഗുഡ്, എ ആണ്. കാര്യം എപ്പോഴും ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഐച്ഛികം. അത് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സമയത്ത് നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്നെ പിന്നെ പിന്നെ വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ ഇടയ്ക്ക് കാണുമ്പോൾ നമുക്ക് പറഞ്ഞു ഇത് ക്വസ്റ്റ്യൻ കൊണ്ട് വന്നിട്ടുണ്ട് വേറെ. അടുത്ത വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ പറയാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? സുഗന്ധി എന്ന ആണ്ടാൾ നായികി TD രാമകൃഷ്ണൻ. ജോഡി കറക്റ്റ് ആയിട്ട് ചേർത്ത് പറയണം. ഒരു തെരുവിന്റെ കഥ M മുകുന്ദൻ. രണ്ടിടങ്ങഴി ബഷീർ. സ്മാരകശിലകൾ SK പൊറ്റക്കാട്. ഇത് ഏതാ കുട്ടികളെ ശരിയായിട്ടുള്ളത്? സ്മാരകശിലകള് അല്ല. അത് SK പൊറ്റക്കാടിന്റെതല്ല. രണ്ടിടങ്ങഴി ബഷീർ. രണ്ടിടങ്ങഴി ബഷീറിന്റെതും അല്ല. അത് തകഴിയുടേതാണ്. ഒരു തെരുവിന്റെ കഥ മുകുന്ദൻ. ഒരു തെരുവിന്റെ കഥയല്ല, അത് SK പൊറ്റക്കാടിന്റേതാണ്. അപ്പൊ പിന്നെ ഉത്തരം ഒന്നല്ലേ ഉള്ളൂ. സുഗന്ധി എന്ന ആണ്ടാൾ നായിക. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് TD രാമകൃഷ്ണൻ. മറക്കാതിരിക്കുക. അത് എഴുതി കുറിച്ച് വെച്ചോളൂ നിങ്ങള്.
പിന്നെ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, യാത്രാ വിവരണങ്ങൾ എഴുതിയ ഒരു വളരെ പ്രശസ്തനായ വ്യക്തിയാണ് എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിക്കാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയ വ്യത്യാസം കാരണം പറ്റുന്നില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ ഇന്നിപ്പോ അടുത്ത ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ, യാത്രാ വിവരണങ്ങൾ. അപ്പൊ അവിടെ ഞാൻ അത്രയും പറഞ്ഞുതരാം. ഇനി വേറെ കാര്യം പറയുകയാണെങ്കിൽ തെരുവിന്റെ കഥ അപ്പൊ എസ്.കെ. പൊറ്റക്കാടിന്റെ രണ്ടിടങ്ങഴി ആരെയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? നിങ്ങൾ വെറുതെ ഒക്കെ പഠിക്കാൻ. രണ്ടിടങ്ങഴി തകഴിയുടേതാണ്. രണ്ടിടങ്ങഴി തകഴിയുടേതാണ്. തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. അറിയാലോ കുട്ടികളെ. പിന്നെ അതേ ചെമ്മീൻ അദ്ദേഹത്തിന്റെയാണ്. അറിയാലോ, അതിനാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത്. ചെമ്മീൻ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് 1984. ഒരുപാട് പ്രത്യേകതയൊക്കെ ഉണ്ട്. സ്മാരകശിലകൾ ആരെയാണെന്ന് അറിയാമോ? പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടേതാണ്. പൂനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിൻ്റെതാണ് സ്മാരകശിലകൾ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. കാര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പര്യായങ്ങളും ശൈലിയും പോലെയാണ് ഇവയും. കാര്യം നമുക്ക് പഠിച്ചാൽ തീരത്തില്ല. പിന്നെ നല്ലൊരു എന്താ പറയുന്ന ഒരു വായനയൊക്കെ ഉള്ള കുട്ടിയൊക്കെ കിട്ടും. നമ്മൾ ഈ പുസ്തകമൊക്കെ എടുത്തിട്ട് വായിച്ച് മറിച്ചൊക്കെ പോകുന്നവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ തകഴി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥ എളുപ്പമാണ് നമുക്ക് കിട്ടാൻ. എസ്.കെ. പൊറ്റക്കാട് ഒരു വിഷകന്യക, അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ കഥ, ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്. ഒരു തെരുവിന്റെ കഥ, യാത്രാ വിവരണങ്ങള്, ഒരു നൈൽ ഡയറി, ഇതൊക്കെ ഇദ്ദേഹത്തിന്റേതാണ്. ആരുടെ? എസ്.കെ. പൊറ്റക്കാടിന്റെ. അത് മറക്കാതിരിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് എസ്.കെ. പൊറ്റക്കാടുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പൊ ഇത് നിങ്ങൾക്ക് തെറ്റില്ലല്ലോ. സുഗന്ധി എന്ന ആണ്ടാൾ നായകി ടി.ഡി. രാമകൃഷ്ണന്റെ, തെരുവിന്റെ കഥ എസ്.കെ. പൊറ്റക്കാടിന്റേതാണ്, രണ്ടിടങ്ങഴി തകഴിയാണ്, സ്മാരകശില പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടേതാണ്. തെറ്റരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ആൻസർ പറയൂ. താഴെ കൊടുത്തിരിക്കുന്ന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. നളിനി, മഗ്ദലന മറിയം, ലീല, കരുണ. ഇതില് കുമാരനാശാന്റെ കൃതി സിമ്പിൾ ആണ്, എല്ലാരും ഓടിപ്പറയും. ഏതാ? നളിനി. അപ്പൊ നളിനിയാണോ, ലീലയാണോ, കരുണയാണോ? കൃതി അല്ലാത്തതാണ് കുട്ടികളെ. കൃതി മദ്ദലന മറിയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആരാ എഴുതിയത്? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. വള്ളത്തോൾ നാരായണ മേനോന്റേതാണ് മദ്ദലന മറിയം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം, വീണപൂവ്. ഓർമ്മ ഉണ്ടോ നിങ്ങൾ മലയവിലാസം പറഞ്ഞപ്പോ? നളിനി കുമാരനാശാന്റെ, ലീന വീണപ്പൂവ്. ലീല കുമാരനാശാന്റെ, കരുണ കുമാരനാശാന്റെ, വാസവദത്ത കുമാരനാശാന്റെ, ചണ്ടാലഭിക്ഷകി കുമാരനാശാന്റെ. ഇതൊക്കെ കുമാരനാശാന്റേതാണ്. അടുത്തത് ഇവിടെ ഒന്ന് പെട്ടെന്ന് പറയാൻ ശ്രമിക്കൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടോ? വിലാപകാവ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ഖണ്ഡകാവ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ യാത്രാ വിവരണങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു പാശ്ചാത്യ സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിന്റെ സ്വാധീനത്താൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാധീന ഫലമായിട്ടാണ് നമുക്ക് നോവൽ നമുക്ക് ലഭിക്കുന്നത്. അതല്ലാതെ നമ്മുടെ സാഹിത്യ, അതായത് നമ്മുടെ പച്ച സാഹിത്യം, നമ്മുടേതായിട്ടുള്ള സാഹിത്യ ലോകത്ത് നിന്ന് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് പാട്ട് പ്രസ്ഥാനമാണ്, കവിതാ പ്രസ്ഥാനം. പാശ്ചാത്യരുമായിട്ടുള്ള സ്വാധീനത്താൽ നമുക്ക് ലഭിച്ചത് നോവലാണ്. പാട്ട് പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ, ചീരാമ കവിയെ കുറിച്ചൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? മലയവിലാസത്തെ കുറിച്ച് പറഞ്ഞത്, പിന്നെ എന്താ പറയുന്നത്, ഖണ്ഡകാവ്യം എന്ന് കരുതപ്പെടുന്നത് എന്താ പറയുന്നത്, കേരള പാണിനി എന്നറിയപ്പെടുന്ന കേരള പാണിനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓർമ്മ ഉണ്ടോ കുട്ടികളെ പറഞ്ഞതൊക്കെ? ഓർമ്മ ഉണ്ടോ? A.R. രാജരാജവർമ്മ കേരള പാണിനി അദ്ദേഹമാണ് മലയവിലാസം എഴുതിയത്. പിന്നെ ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്നത് ആരാണ്? വീണപൂവാണ്, കുമാരനാശാൻ. അവിടെയും പറഞ്ഞു. അപ്പൊ നമ്മൾ ഏകദേശം വിലാപകാവ്യത്തെ, കണ്ണുനീർ തുള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോ വിലാപകാവ്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞു പോയി അല്ലെ. വിലാപകാവ്യം ആരാണ്? ഒരു വിലാപം, ആദ്യത്തെ എന്താ പറയുന്നത് വിലാപകാവ്യമായിരുന്നു ഒരു വിലാപം, അങ്ങനെയും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യാത്രാ വിവരണത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ യാത്രാ വിവരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ ഉണ്ടോ? പറയൂ കുട്ടികളെ. എന്താണ് പറയാൻ വന്നത്? എന്താണ് മലയാളത്തിൽ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു. ഞാൻ എസ്.കെ. പൊറ്റക്കാട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഒരുപാട് യാത്രാ വിവരണങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എസ്.കെ. പൊറ്റക്കാട്. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏതായിരിക്കും കുട്ടികളെ? അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏതായിരിക്കും?
നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ആദ്യത്തെ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ യാത്ര. ഞാൻ യാത്രാ വിവരണത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏതാ? ആർക്കെങ്കിലും അറിയാമോ? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം. വെരി ഗുഡ്. ആരാണ് കുട്ടികളെ അത് രചിച്ചത്? പാറേമാക്കൽ തോമാ കത്തനാർ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം. അങ്ങനെ ആണെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതും കൂടെ ഒന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന താഴെ കൊടുത്തെങ്കിൽ യാത്രാ വിവരണം അല്ലാത്തതേത്? അത് എളുപ്പമാണ്, ഒന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി എളുപ്പമാണ്, കുറച്ച് പാടാണ് എങ്കിലും കുറച്ചൊക്കെ എളുപ്പമാണ്. പറയാമോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ല. അല്ലല്ലല്ല, ഓപ്ഷൻ ഡി അല്ല. സിസ് സ്കെച്ചുകൾ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ എഴുതിയ ഒരു പ്രധാനപ്പെട്ട യാത്രാ വിവരണമാണ് സ്വിസ് സ്കെച്ചുകൾ. എന്ന് എഴുതി വെച്ചോളാം, ചിലപ്പോ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക. അതൊരു യാത്രാ വിവരണമാണ്. സ്വിസ് സ്കെച്ചുകൾ അതൊരു യാത്രാ വിവരണമാണ്, രവീന്ദ്രനാണ് എഴുതിയത്. ഇനി ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന ഒരു യാത്രാ വിവരണം എഴുതിയത് രാജൻ കാക്കനാടനാണ്. ആരാണ്? രാജൻ കാക്കനാടൻ. അതും ഒരു യാത്രാ വിവരണമാണ്. പിന്നെ ബാലിദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല, അതൊരു യാത്രാ വിവരണമാണ്. എസ്.കെ. പൊറ്റക്കാടാണ് എഴുതിയത്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ആണെങ്കിൽ സഫലമീ യാത്ര അതൊരു കവിതയാണ്, ഒരു യാത്രാ വിവരണം അല്ല. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും സഫലമീ യാത്ര. കേട്ടിട്ടുണ്ടോ? NN കക്കാടിന്റെ സഫലമീ യാത്ര. NN കക്കാട് സഫലമീ യാത്ര ഒരു കവിതയാണ്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഒന്നും കൂടെ പറയണമെന്നാണോ പറഞ്ഞേ? ഞാൻ ഒന്നും കൂടെ ഇത്രയും ഒന്ന് പറഞ്ഞിടാം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് സഫലമീ യാത്ര ഒരു കവിതയാണ്. NN കക്കാട് രചിച്ച ഒരു കവിതയാണ് സഫലമീ യാത്ര. പിന്നെ അറിയാലോ, ഒരു സഫലമീ യാത്രയെ നോക്കിയപ്പോൾ നിങ്ങളൊരു കവിത എന്നതിലുപരി ഒരു കവിതാ സമാഹാരം എന്ന് മനസ്സിലാക്കി എടുക്കുക. ഇനി ബാലിദ്വീപ് ആരാണ് രചിച്ചതെന്ന് പറയുമ്പോൾ ആരാണ് കുട്ടികളെ ബാലിദ്വീപ് രചിച്ചത്? എസ്.കെ. പൊറ്റക്കാടാണ്. ബാലിദ്വീപ് രചിച്ചത് എസ്.കെ. പൊറ്റക്കാടാണ്. അതുപോലെ തന്നെ ഹിമവാന്റെ മുകൾ തട്ടിൽ, ഹിമവാന്റെ മുകൾ തട്ടിൽ ആരാണ് രചിച്ചതെന്ന് അറിയാമോ? രാജൻ കക്കനാടൻ. രാജൻ കക്കനാടൻ. അത് നിങ്ങളിപ്പം ഒരു കാര്യം മനസ്സിലാക്കണം. വിലാപകാവ്യം, ഖണ്ഡകാവ്യം, യാത്രാ വിവരണം, പിന്നെ വർത്തമാന പുസ്തകം, മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം, അങ്ങനെയൊക്കെ ഉള്ള കുറെയൊക്കെ എഴുതി അങ്ങ് വെച്ചോണം. കാര്യം ഞങ്ങൾക്ക് അതിന്റെ അകത്തു നിന്നൊക്കെ ചോദിക്കുമ്പോൾ എഴുതാൻ കഴിയും. അത്രേ ഉള്ളൂ. അപ്പൊ ഏകദേശ യാത്രാവിവരണങ്ങൾ കിട്ടി. പിന്നെ അറിഞ്ഞുകൂടാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ രചന ഏതെന്നാണ് പറഞ്ഞ കുട്ടികളെ? പാറേമാക്കൽ തോമാ കത്തനാരുടെ പാറേമാക്കൽ വർത്തമാന പുസ്തകം. കേട്ടോ, വർത്തമാന പുസ്തകം. പിന്നെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ മലയാള നോവൽ ഇന്ദുലേഖയല്ല, ലക്ഷണമൊത്ത. അതും അവിടെ തെറ്റിപ്പോവും. അല്ല. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്, അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത, അപ്പു നെടുങ്ങാടി. അതേസമയം നിങ്ങൾ പറഞ്ഞതിന്റെ ഉത്തരം ലക്ഷണയുക്തമായ ആദ്യ നോവലാണ് ഇന്ദുലേഖ, ചന്തുമേനോൻ. അതെ. ചിലപ്പോ ഈ അപസർപ്പക നോവൽ എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവല് ഏതാ? ഭാസ്കരമേനോനാണ് കേട്ടോ. അപ്പൻ തമ്പുരാന്റെ ഭാസ്കരമേനോൻ. അപ്പൻ തമ്പുരാന്റെ ഭാസ്കരമേനോൻ. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യാത്രാ വിവരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓടി പറഞ്ഞു തരാം. ഞാനിപ്പോ യാത്രാ വിവരണങ്ങൾ എടുത്തോണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല കുട്ടികളെ. ഓൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടോ? ഓൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ. അല്ലല്ല. അയ്യോ, MT വാസുദേവൻ നായരെ കുറിച്ച് ഇനിയിപ്പോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കും. പക്ഷേ ഓൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ ചിലപ്പം ചോദിക്കാൻ ചാൻസ്. പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ്. പൂനത്തിൽ കുഞ്ഞബ്ദുള്ള. ആമസോണും കുറെ വ്യാകുലതകളും ആരുടേതാണ്? MB വീരേന്ദ്രകുമാർ. അതൊക്കെ ചോദിക്കും. ഇതൊക്കെ യാത്രാ വിവരണങ്ങളാണ്.
ഏറ്റവും കൂടുതൽ യാത്രാ വിവരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എസ് കെ പൊറ്റക്കാടിനെ പഠിച്ചു വെച്ചോണം. ബാലിദ്വീപ് ഉൾപ്പെടെയുള്ള ഒരുപാട് യാത്രാ വിവരണങ്ങൾ രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ്. പിന്നെ എടുത്തു പറയത്തക്ക ഇവര് നേപ്പാൾ ഡയറി ആരാണ് കുട്ടികളെ എഴുതിയത്? നേപ്പാൾ ഡയറി. മാം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ ഇറങ്ങാം. ഇപ്പൊ കയറാം. പറയൂ കുട്ടികളെ. നേപ്പാൾ ഡയറി O കൃഷ്ണന്റെ ആണ് കേട്ടോ. O കൃഷ്ണന്റെ നേപ്പാൾ ഡയറി. അത് ഒരു യാത്രാ വിവരണമാണ്. പിന്നെ പാപത്തിന്റെ പൊങ്ങച്ച സഞ്ചി ഇ വാസു. പാപത്തിന്റെ പൊങ്ങച്ച സഞ്ചി ഇ വാസു. അത് ഒരു യാത്രാ വിവരണമാണ്. ഒന്ന് കുറിച്ച് വച്ചിരിക്കുക. നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ കാര്യം ഇതെല്ലാം ഞാൻ ഒന്നും കൂടെ പറയാം. പാപത്തിന്റെ പൊങ്ങച്ച സഞ്ചി ഇ വാസു. ഇതെല്ലാം യാത്രാ വിവരണങ്ങളാണ്, മറക്കാതിരിക്കുക. വോൾഗയിൽ കുട്ടികൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് നിങ്ങൾ നോക്കിയാൽ മതി. മിക്കവാറും വരാൻ വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ ചോദിക്കും. കാര്യം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ ആ കാര്യം അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആമസോണും കുറെ വ്യാകുലതകളും. MB വീരേന്ദ്രകുമാറിന്റെ ആമസോണും കുറെ വ്യാകുലതകളും MB വീരേന്ദ്രകുമാറിന്റെ. MB വീരേന്ദ്രകുമാർ കേട്ടിട്ടില്ലേ നിങ്ങൾ? MB വീരേന്ദ്രകുമാർ. വോൾഗയിൽ ഒരു മഞ്ഞ് പെയ്യുമ്പോൾ അതാരെ എഴുതിയതാ? പൂനത്തിൽ കുഞ്ഞബ്ദുള്ള. അതൊരു നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് ഇതെല്ലാം യാത്രാ വിവരണങ്ങൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ടേ എഴുതാവൂ. കാര്യം അങ്ങനെ ചോദിക്കത്തുള്ളൂ. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ അത് ചോദിക്കുവേ. പിന്നെ കഥാപാത്രങ്ങളെയാണ് ഇനി പറഞ്ഞു പോവേണ്ടത്. കഥാപാത്രങ്ങൾ വല്ല പരിചയം ഉണ്ടോ കുട്ടികളെ? കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പളനി അറിഞ്ഞൂടെ? ചെമ്മീൻ അറിയത്തില്ലേ? ഹലോ, അങ്ങനെയാണെങ്കിൽ പഞ്ചുമേനോൻ എവിടത്തെയാണ് കുട്ടികളെ? പഞ്ചുമേനോൻ ഏത് കഥയിലെ കഥാപാത്രമാണ്? ഏത് കൃതിയിലെ കഥാപാത്രമാണ് പഞ്ചുമേനോൻ? ഈ കഥാപാത്രങ്ങളും കൃതികളും കൃത്യമായിട്ട് പരീക്ഷ. ഈ ഞാനിപ്പോ പറഞ്ഞൊക്കെ യാത്രാ വിവരണമാണ്. ഖണ്ഡകാവ്യം പറഞ്ഞിട്ടുണ്ട്, വിലാപകാവ്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് മാത്രമാണ് പറഞ്ഞു പോയത്. അതൊക്കെ ഒന്ന് കുറിച്ച് വയ്ക്കണം. നോവലുകൾ ചോദിക്കും. ആദ്യത്തെ നോവൽ പറഞ്ഞു, ആദ്യത്തെ വിലാപകാവ്യം പറഞ്ഞു, ഖണ്ഡകാവ്യം പറഞ്ഞു, യാത്രാ വിവരണം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പഠിച്ചു പോവേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാം ഒന്നും പറയാൻ സമയമില്ല. ഇന്ദുലേഖ അറിയാലോ? പഞ്ചുമേനോൻ. ഇന്ദുലേഖ എന്ന കൃതിയിലേതാണ് പഞ്ചുമേനോൻ. ഒരു തെരുവിന്റെ കഥ ഓമഞ്ചി എഴുതിക്കോണമേ. ഈ ഒരു തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും ആർക്കെയാണ്? എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളാണ്. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ. ഇതിൽ ഒരു തെരുവിന്റെ കഥയിലെ ഇന്ദുലേഖ ചന്തുമേനോന്റെ അല്ലേ? അതെ 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 അതെ. പഞ്ചുമേനോൻ പറഞ്ഞു. അയ്യോ, അതെന്താന്ന് മനസ്സിലായില്ലേടാ? ഇന്ദുലേഖയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേരാണ്. നമ്മളിവിടെ കൃതിയും കഥാപാത്രമാണ് പറഞ്ഞു പോകുന്നില്ല. അത് അതിന്റെ കൃതി എഴുതിയ ആരാണെന്നല്ല പറയുന്നേ ഞാൻ. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യം ഇങ്ങനെ ആയിരിക്കും. ഓടയിൽ നിന്ന് എന്ന കഥയിലെ പ്രധാന കഥാപാത്രം പപ്പു. അങ്ങനെ ചോദിക്കുന്നേ. ഓടയിൽ നിന്ന് എന്ന കഥയിലെ പ്രധാന കഥാപാത്രം പപ്പു. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് രമണൻ എന്ന കഥ, എന്ന കൃതി. ഈ രമണനിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മദനൻ. ആരാണ്? മദനൻ.
എഴുതിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പിന്നെ അതുപോലെ തന്നെ എഴുതി വെക്കേണ്ടതാണ് ഒരു ദേശത്തിന്റെ കഥ. ആരാണ്? എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കുളൂസ് പറങ്ങോടൻ. കുളൂസ് പറങ്ങോടൻ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അധികം പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ പേര് എസ്.കെ. പൊറ്റക്കാടാണ്. അദ്ദേഹത്തിന്റെ ഞാൻ ഇങ്ങനെ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ആളാണ്. ഈ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടൻ പ്രേമം, നിങ്ങള് കാപ്പിരികളുടെ നാട് കേട്ടിട്ടുണ്ടോ? കാപ്പിരികളുടെ നാട് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാലിദ്വീപ് ഞാനിപ്പം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണമാണ്. പിന്നെ ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, ലണ്ടൻ ഡയറി, ഇതെല്ലാം ആരുടെ കൃതികളാണ്? നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതികളാണ്. മറക്കാതെ നന്നായി പഠിക്കുക, കാര്യം ഇതിന്റെ അകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എസ്.കെ. പൊറ്റക്കാട് എന്ന് എഴുതി കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതികളെന്ന് എഴുതി വെച്ച് പഠിച്ച് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എസ്.കെ. പൊറ്റക്കാടാണോ? നാടൻ പ്രേമം, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, ലണ്ടൻ ഡയറി. ഇതൊക്കെ എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതികളാണ്. നിങ്ങൾ ഇനിയിപ്പം ബുക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ എടുത്ത് ചന്തുമേനോൻ എഴുതിയ 2 പ്രധാനപ്പെട്ട നോവല് ഇന്ദുലേഖ, ശാരദ, ഇത് ചന്തുമേനോൻ എഴുതിയാണ് കേട്ടോ കുട്ടികൾ. അതെ, മാർത്താണ്ഡവർമ്മ രചിച്ചതാരാ കുട്ടികളെ? മാർത്താണ്ഡവർമ്മ. ഞാൻ ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ ഇറങ്ങാം കുട്ടികളെ. മാർത്താണ്ഡവർമ്മ രചിച്ചതാരാ? മാർത്താണ്ഡവർമ്മ ടി.വി. രാമൻപിള്ള. ധർമ്മരാജ ആരാ രചിച്ച? ധർമ്മരാജ ടി.വി. രാമൻപിള്ള. രാമരാജ ബഹദൂറ അത് രാമൻപിള്ള. അത് തന്നെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇപ്പം എം.ടി. വാസുദേവൻ നായർ ചോദിക്കും എന്നുള്ളതല്ല, ചിലപ്പം ചോദിച്ചാൽ നാലുകെട്ട്, രണ്ടാം മൂഴം, അസുരവിത്ത്, കാലം, മുറ, അത് നമ്മൾ മറക്കത്തില്ല അദ്ദേഹത്തിന്റെ കൃതികൾ. അതൊന്ന് കുറിച്ച് വെച്ചോണം. നാലുകെട്ട്, രണ്ടാം മൂഴം, പിന്നെ അസുരവിത്ത്, കാലം, മുറപ്പെണ്ണ്, മഞ്ഞ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. കൃതികൾ ചോദിക്കും. നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നുള്ളത്. പിന്നെ ലളിതാംബിക അന്തർജനത്തിനെ ചോദിക്കും. അഗ്നിസാക്ഷി, ഓണക്കാഴ്ച, ഇതൊക്കെയാണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ കുട്ടികളെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരാ? രജനീ രംഗം. നിങ്ങള് പിന്നെ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നതാണ്, സോഷ്യൽ റിലീജിയസ് റിഫോമേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഏതാണ്? ആരുടേതാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏതാണ്? അതെ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആരാണ്? ദൈവത്തിന്റെ വികൃതികള്, എം മുകുന്ദന്റേതാണ്. ഓക്കെ, മറക്കല്ല്. പിന്നെ എസ്.കെ. പൊറ്റക്കാട് പഠിച്ചു വയ്ക്കുക. കാക്കനാട് ഞാൻ നേരത്തെ പറഞ്ഞു. ഒറാന്ത ആരുതാണ്? ഒറാദ ആരുതാണ് കുട്ടികളെ? ഒറേദ എന്ന കൃതി പറങ്കിമാല കാക്കനാടനാണ്. ഒറേദ, പറങ്കിമാല, കാക്കനാട്. എൻ കക്കാടല്ല, അത് സഫലമീ യാത്ര, അതൊരു കവിതാ സമാഹാരമാണ്. നമുക്ക് ഒരിക്കലും മലയാളം തീർക്കാനൊന്നും പറ്റത്തില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞത് സാഹിത്യകാരന്മാരും കൃതി, നിങ്ങൾ ഇനിയിപ്പോ ഇതുപോലെ എടുത്തു വെച്ച് പഠിക്കണം ഓരോന്നായിട്ട്. പിന്നെ കഥാപാത്രങ്ങളും കൃതികളും ചോദിക്കും. പിന്നെ അവരുടെ പരാമർശങ്ങള്, ഇതൊക്കെയാണ് മൊത്തത്തിൽ. ഹലോ, പറയൂ. ഇതിന്റെ PDF ഗ്രൂപ്പിൽ തന്നാലും മതി. ഇതിന്റെ കാര്യം നമുക്ക് ഇനി സമയം കഴിഞ്ഞു കേട്ടോ. എനിക്ക് ക്ലാസ് കഴിയേണ്ട സമയമായി. ഇതുപോലെ പിന്നെ വേറൊരു കാര്യം പറയട്ടെ കുട്ടികളെ, ഇന്നിപ്പോ ഞാന് ഗ്രാമർ ആയിട്ട് പഠിപ്പിച്ച പോർഷൻ 2 ഉള്ളൂ. നിങ്ങൾക്ക് അറിയാലേ ഏതാണ്? നമ്മൾ നാമവും പഠിച്ചു, തദ്ധിതവും പഠിച്ചോ? നാമവും പഠിച്ച്, തദ്ധിതവും പഠിച്ചു. അതല്ലാതെ ഞാൻ ഇന്ന് യാത്രാ വിവരണത്തെ കുറിച്ചും, ആദ്യത്തെ യാത്രാ വിവരണം, കുറെ യാത്രാ വിവരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്താ പറയുന്നത്, ചില പര്യായ പദങ്ങൾ, അതൊന്നും ആക്ച്വലി നമ്മൾ എത്ര പഠിച്ചാലും തീരാത്തതാ. ഇതൊക്കെ അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു കൺക്ലൂഷൻ, സമറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. പിന്നെ നിങ്ങൾ കഥയും കഥാപാത്രങ്ങളും പഠിച്ചേ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓരോ എം.ടി. വാസുദേവൻ നായരുടെയും
പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ പ്രധാനപ്പെട്ട നമ്മള് എന്താ പറയുന്ന ലൈൻസുകൾ പഠിച്ചു വയ്ക്കുക. അതായത് ഇപ്പൊ ഓരോ കവിതയിലെയും വരികള് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വരികൾ ഇത് ആരുടെ വരികളാണ്, അത് എപ്പോഴും മിക്കവാറും ഈ നമ്മുടെ കുമാരനാശാന്റെ കവിതകളുടെ വരികൾ എപ്പോഴും ചോദിക്കും. പിന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ONV കുറുപ്പ്, ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്, ആവർത്തിച്ച് വരുന്നവയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം, എനിക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് കയറാനുള്ളത് കൊണ്ടാണ് കേട്ടോ കുട്ടികളെ. പിന്നെ നിങ്ങളുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് താമസിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. ഒരു ഗ്രാമറായിട്ട് ഞാൻ പഠിപ്പിച്ചു വെച്ചിരുന്ന തദ്ധിതവും നാമവുമാണ്. നാമം ഇതിൽ കണ്ടപ്പോഴാണ് മേയനാമം, പിന്നെ മേയനാമം, സർവനാമം ഒക്കെ പറഞ്ഞു പോയത്. ഇതിൽ മേയനാമം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റു കൂട്ടം ചേർത്ത് വരുന്നു, ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന നാമം, കൂട്ടത്തിൽ വരുന്ന നാമം, പിന്നെ മേയനാമം ജാതിപത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത നാമം, സർവനാമം അവൾ അവൻ അവർ, അത്ര പഠിച്ചാൽ മതി. സാഖ്യം എന്നൊക്കെ പറയുമ്പോൾ ഭേദഗതി വരുന്നതാണ്, അറിയാമല്ലോ. ഓക്കെ, അങ്ങനാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ കുട്ടികളെ. ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച മനസ്സിലായോ? മനസ്സിലായി. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒക്കെ നമുക്ക് എല്ലാം കൂടെ തീർന്നു പോയിപ്പിക്കാൻ കഴിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഓടി കുറേ ഭാഗങ്ങൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾ അപ്പോ ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു വെച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം.